നിങ്ങളുടെ കുഞ്ഞിന് ജനിച്ച ഉടനെ കാലിൽ ഒരു കുത്തിവെപ്പ് നൽകുന്നത് കണ്ടിട്ടുണ്ടോ? പല അമ്മമാരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, ജനിച്ച ഉടനെ കുഞ്ഞിനെ എന്തിനാണ് കരയിപ്പിക്കുന്നത് എന്ന്. ഇത് വെറുമൊരു മരുന്നല്ല, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വിറ്റമിൻ കെ ആണ്. ഇത് നൽകിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലച്ചോറിലോ വയറ്റിലോ ആന്തരിക രക്തസ്രാവം ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വിറ്റമിൻ കെ കുറവാകുന്നത്? കൂടെ നൽകുന്ന മറ്റ് കുത്തിവയ്പ്പുകൾ ഏതാണ്? ഒരു നേഴ്സ് എന്ന നിലയിൽ ആദ്യത്തെ 24 മണിക്കൂറിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ജനിച്ച ഉടനെ കുഞ്ഞിന് കുത്തിവയ്പ്പ് നൽകുന്നത് എന്തിനാണ്? വിറ്റമിൻ കെ. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാം വിഷയത്തെപ്പറ്റി. എന്തുകൊണ്ട് വിറ്റമിൻ കെ? വിറ്റമിൻ കെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നവജാത ശിശുക്കളിൽ ജനിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ വിറ്റമിൻ കെ വളരെ കുറവായിരിക്കും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ കെ. ഇത് കുറവാണെങ്കിൽ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകാം. മുലപ്പാലിലൂടെ ആവശ്യത്തിന് വിറ്റമിൻ കെ കുഞ്ഞിന് ലഭിക്കില്ല. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ ഒരു കുത്തിവയ്പ്പായി ഇത് നൽകുന്നത്. ഇത് കുഞ്ഞിൻ്റെ തലച്ചോറിലെ രക്തസ്രാവം തടയാൻ വളരെ ആദ്യ 24 മണിക്കൂറിലെ വാക്സിനുകൾ. വിറ്റമിൻ കെ കൂടാതെ മറ്റു 3 പ്രധാന വാക്സിനുകൾ കൂടി ജനിച്ച ഉടനെ നമ്മൾ നൽകാറുണ്ട്. BCG ആണ് ആദ്യമായിട്ട് പറയുന്നത്. ക്ഷയരോഗത്തിനെതിരെ, അതായത് ട്യൂബർകുലോസിസിനെതിരെ സംരക്ഷണം നൽകാൻ ഇത് സഹായിക്കുന്നു. ഇത് സാധാരണയായി ഇടത് തോളിലാണ് നൽകുന്നത്. അടുത്തതായി OPV, ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ തടയാൻ തുള്ളിമരുന്നായി നൽകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി, കരളിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്തം തടയാൻ നൽകുന്ന ഒരു കുത്തിവയ്പ്പാണ് ഇത്. കുത്തിവയ്പ്പിന് ശേഷമുള്ള പരിചരണം. കുത്തിവയ്പ്പ് എടുത്ത ഭാഗത്ത് ഒരു ചെറിയ ചുവപ്പോ തടിപ്പോ കാണുന്നത് സാധാരണയാണ്. അവിടെ തിരുമുകയോ ഐസ് വയ്ക്കുകയോ ചെയ്യരുത്. കുഞ്ഞിന് ചെറിയ പനി വരാൻ സാധ്യതയുണ്ട്. ഇതിൽ പേടിക്കേണ്ടതില്ല. പാരസെറ്റമോൾ തുള്ളിമരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകുക. കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ നൽകി ആശ്വസിപ്പിക്കുക. അടുത്തതായി ഇമ്മ്യൂണൈസേഷൻ കാർഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോ കുഞ്ഞിനും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇമ്മ്യൂണൈസേഷൻ കാർഡ് നൽകും. അതിൽ അടുത്ത കുത്തിവയ്പ്പ് എന്ന് നൽകണം എന്ന കൃത്യമായ തീയതി ഉണ്ടാകും. ഇത് ഒരിക്കലും തെറ്റിക്കരുത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുഞ്ഞിന് നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. മറ്റുള്ള വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാം. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.